എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ പറയുന്ന 2026 വിശാഖ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലം. പൊതുവെ പറയുകയാണെങ്കിൽ ശകലം ദോഷമുള്ള വർഷമാണ് 2026. കൂടുതൽ ആളുകൾക്കും നല്ലൊരു വർഷം കൂടിയാണ് 2026. കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ദോഷങ്ങൾ ഉണ്ടാകുന്നത്. അത് ഓരോരുത്തരെ നോക്കിയതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. പൊതുവെ പറയുകയാണെങ്കിൽ അഗ്നി കൊണ്ടും മറ്റുള്ള തരത്തിലുള്ള അപകടങ്ങളൊക്കെയാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉള്ളത്. ധനനഷ്ടം, മറ്റുള്ള തരത്തിലുള്ള തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുന്ന വർഷം കൂടിയാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. പൊതുവെ പറയുകയാണെങ്കിൽ കുറച്ച് നല്ലതും കുറച്ച് ദോഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഏതൊരു കാര്യങ്ങളും ചെയ്യുവാൻ. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു വർഷം കൂടിയാണ്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹം നടക്കാനും വീട് വയ്ക്കുവാനും വാഹനങ്ങൾ വാങ്ങിക്കാനുമൊക്കെ നല്ലൊരു വർഷം കൂടിയാണ് 2026. പൊതുവെ പറഞ്ഞാൽ കുറച്ച് ദോഷങ്ങളും കുറച്ച് നല്ലതുമാണ് ഇവർക്കുണ്ടാകുന്നത്. സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റാവുന്നതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹം ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി വ്യാഴനെ പ്രാർത്ഥിക്കുകയും പ്രീതിപ്പെടുത്തുകയും വഴിപാട് നടത്തുകയും പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് കത്തിക്കുകയും നീരാഞ്ജനം നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളും വിഘ്നങ്ങളൊക്കെ മാറുന്നതാണ്. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും പാൽപ്പായസം വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന തടസ്സങ്ങൾ അഗ്നി കൊണ്ടും മറ്റുള്ള അപകടങ്ങളും ധനനഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാഹനങ്ങൾക്ക് തകരാറുണ്ടാവുക മറ്റുള്ള തരത്തിലുള്ള ക്ഷതങ്ങളൊക്കെ ഉണ്ടാവുക ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം ആണ് 2026. അതുകൊണ്ടവർ വളരെ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അർച്ചന നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും സ്വല്പം മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്.